എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായി അതിക്കൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 15 വാക്യം മുതൽ നമുക്ക് വായിക്കാം. 21 അധ്യായം 15 വാക്യം മുതൽ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവെന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ശീമോൻ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ശീമോൻ പത്രോസ് കർത്താവിനെ തള്ളി പറയുമ്പോഴും കർത്താവിൻ്റെ ഉള്ളത്തിൽ ഒരു കാഴ്ചയുണ്ട്. ഏതാനും നാളുകൾക്ക് ശേഷം ഈ ശീമോൻ പത്രോസ് പെന്തിക്കോസ്ത് പെരുന്നാൾ ദിവസം സീഹോൻ മാളികയിൽ നിന്ന് ചെയ്യുന്ന പ്രസംഗം, ഒരൊറ്റ ദിവസത്തെ പ്രസംഗം കൊണ്ട് 3000 പേര് മാനസാന്തരപ്പെടുന്നത് എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തബീഥ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചുപോയി. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പത്രോസ് പ്രാർത്ഥിക്കുന്നു. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ ആ പെൺകുട്ടി ഉയർത്തെഴുന്നേറ്റ് വന്നു. അതും കർത്താവ് കാണുന്നുണ്ട്. പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടു. ഹെരോദ രാജാവ് പത്രോസിനെ കൊല്ലുവാൻ പരിപാടി തയ്യാറാക്കി. പക്ഷേ പത്രോസിനെ രാത്രി ചങ്ങല അഴിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവദൂതൻ പത്രോസിനോട്, നീ സ്വതന്ത്രനായി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് വിടുന്നു. അതും കർത്താവ് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എന്താണ് എന്നുള്ളതല്ല, നാം എന്തായി തീരുമെന്നുള്ളതാണ് കർത്താവ് കാണുന്നത്. കർത്താവ് നമ്മെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്, വലിയ ശുഭപ്രതീക്ഷകളുണ്ട്. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും എല്ലാം വലിയ ആശയുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ശരിക്കും കർത്താവ് നമ്മൾ വിശ്വസിച്ചതെല്ലാം പരമേൽപ്പിക്കുകയാണ്, വിശ്വസിച്ച് തന്നിരിക്കുകയാണ്. ഒരു 10,000 രൂപ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ തന്നുവിട്ടാൽ തന്നുവിടുന്ന ആൾക്ക് നമ്മളെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് 10,000 രൂപ തരുന്നത്. കൊടുക്കുമോ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നുവിടുകയില്ല. അയാൾക്ക് നമ്മൾ വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ രൂപ കൊണ്ട് കൊടുക്കാനാണ് നമ്മുടെ കയ്യിൽ തരുന്നു. യേശുക്രിസ്തു നമ്മിൽ വിശ്വാസമുണ്ട്, നമുക്ക് വിശ്വാസമില്ലാത്തത്. നാം ഓരോരുത്തരിലും യേശുക്രിസ്തുവിന് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ വിശ്വാസമുണ്ട്. കർത്താവ് വിശ്വസിച്ച് നമ്മെ പലതും ഏൽപ്പിക്കുകയാണ്. വിശ്വസിച്ച് ഈ മകൻ എനിക്ക് വേണ്ടി നിന്നുകൊള്ളും, ഈ മകൾ എൻ്റെ സത്യസാക്ഷിയായി കുടുംബത്തിൽ നിൽക്കും. ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് കർത്താവ് നമുക്ക് വചനം തരുന്നു, കർത്താവ് നമുക്ക് സ്നേഹം തരുന്നു, കർത്താവ് നമുക്ക് ജീവൻ്റെ ആത്മാവിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ തരുന്നു. എല്ലാം നമ്മെ കർത്താവ് വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞവനാണ്, തീർച്ചയായിട്ടുമാണ് തള്ളിപ്പറഞ്ഞു. പക്ഷെ തള്ളിപ്പറഞ്ഞ ആ സമയത്തും പത്രോസിൻ്റെ ഹൃദയം നീറുന്നുണ്ട്. കാര്യം എന്തായാലും
ഞാൻ എൻ്റെ നാഥനല്ലേ തള്ളി പറയുന്നത്. പക്ഷേ എങ്കിലും തൽക്കാലത്തേക്കുള്ള രക്ഷയ്ക്ക് വേണ്ടി, യേശുവിനെ പിടികൂടിയവരെ തന്നെയും പിടികൂടി കൊല്ലാതിരിക്കാൻ വേണ്ടി മാനുഷികമായ ചിന്ത കൊണ്ട് പത്രോസ് തള്ളി പറഞ്ഞു പോയി. ഈ ചില മാനുഷികമായ ബലഹീനത വന്ന് നാം ഒരുപക്ഷേ അറിവില്ലായ്മയിൽ ഏതെങ്കിലും ചെയ്തു പോയാൽ പോലും, പറഞ്ഞു പോയാൽ പോലും അതും ക്ഷമിച്ചു തരുന്നതിനാണ് ദൈവം. പിന്നെയും യഥാസ്ഥാനപ്പെടുത്തുന്നതിനാണ് ദൈവം. നമ്മെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മളെ വിട്ടുപോയ സ്ഥാനത്തേക്ക് കൊണ്ടുവരും, നഷ്ടപ്പെട്ടു പോയ പദവിയിലേക്ക് തിരികെ കൊണ്ടുവരും, നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷയിലേക്ക് തിരികെ കൊണ്ടുവരും. കർത്താവ് നമ്മിൽ ഓരോരുത്തരിലും ആശ വച്ചിരിക്കുന്നു, വിശ്വാസം വെച്ചിരിക്കുന്നു. കർത്താവ് പ്രതീക്ഷയോടെ ഇങ്ങനെ നയിച്ചുകൊണ്ട് വരികയാണ്. തള്ളി പറഞ്ഞു. പക്ഷേ കർത്താവ് പിന്നെയും ശിമോൻ പത്രോസിനെ തേടി വന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറയുക എന്ന് മഗ്ദലന മറിയാനെ ഫലമേൽപ്പിക്കുന്നു. പത്രോസിൻ്റെ കാര്യം കർത്താവ് പ്രത്യേകം ഓർക്കുന്നു. എന്തോ ഒരു പ്രത്യേക സ്നേഹം പത്രോസിനോടുണ്ട്. അതിന് കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹം. സഹോദരങ്ങളെ, എത്രമാത്രം ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. എത്ര പേർക്ക് ഈ വചനം കേൾക്കാൻ ഇടയായി, വചനം കേൾക്കാൻ വരുന്നതിന് സാധ്യതയുണ്ടായി, വചനം കേൾക്കാൻ വരുന്നതിന് മനസ്സുണ്ടായി. ദൈവത്തിന് നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായ ചില പ്രതീക്ഷകളുണ്ട്, വളരെ വ്യക്തമായ ചില ആശകളുണ്ട്. അതുകൊണ്ട് നമ്മെ തൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മാത്രമാണ് നമ്മെക്കുറിച്ചുള്ള ആശകൾ കർത്താവ് പുലർത്തുമ്പോഴും നാം തെറ്റിപ്പോകുന്നവരാണ്. പത്രോസ് തള്ളി പറഞ്ഞതുപോലെ നാമും പലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഈ കൂട്ടായ്മയിൽ പോകുന്നതിനാണെന്ന് പറഞ്ഞാൽ മറ്റു പിള്ളേർ കളിയാക്കുമല്ലോ എന്നോർത്ത് കൂട്ടായ്മയെക്കുറിച്ചൊന്നും മിണ്ടാൻ തയ്യാറില്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് മിണ്ടാൻ തയ്യാറില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുമ്പോൾ അത് ഇന്ന കൂട്ടായ്മയിൽ പോകുന്നതാണ് എന്ന് പറയാനൊരു മടി, നാണം. ഞങ്ങൾക്ക് വിവാഹം നടന്നില്ലെങ്കിലോ എന്നാൽ അത് മിണ്ടണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മീയമായ ഭീരുത്വം. എന്നാൽ വാസ്തവത്തിൽ നാം നല്ല ഊർജ്ജസ്വതയോടെ, നല്ല ചെറുചുറുക്കോടെ, നല്ല ഉണർവോടെ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ നാം സാക്ഷിക്കേണ്ടവരാണ്. ഞാൻ സത്യവചനം കിട്ടുന്നൊരു കൂട്ടായ്മയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ സത്യമാണിത് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. ഒരു വലിയൊരു സമ്പൂർണ്ണ സത്യമുണ്ട്. മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. തന്നെയല്ല കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരികയും ചെയ്യും. നിത്യരാജ്യമുണ്ട്, നിത്യ സ്വർഗമുണ്ട്. ഇതൊക്കെ കേൾക്കാനും അനുഭവിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടിയതാണ് ഈ കൂട്ടായ്മയിൽ പോയതിൻ്റെ ഗുണം. പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളത് മറ്റുള്ളവർ പറയുമോ? പറയാൻ പേടിയാണ്. പക്ഷേ അങ്ങനെ പറയാൻ പേടിച്ചും ഭീരുത്തോട് നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴും കർത്താവ് നിങ്ങൾ സ്നേഹിക്കുകയാണ്. എന്തൊരു അത്ഭുതം! പത്രോസ് കർത്താവിനെ വീണ്ടും തള്ളി പറഞ്ഞു, മൂന്നാമതും തള്ളി പറഞ്ഞപ്പോൾ കർത്താവ് തിരിഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കി. സ്തോത്രം. ദിവസം വായിക്കുമ്പോൾ കാണാം, തിരിഞ്ഞൊന്ന് നോക്കി. ആ തിരിഞ്ഞുള്ള നോട്ടം, ദയനീയമായ നോട്ടം. എൻ്റെ മോനെ, നിന്നെ ഞാൻ എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചതായിരുന്നല്ലോ, നിനക്ക് ഞാൻ മുന്നറിയിപ്പുകൾ തന്നതായിരുന്നല്ലോ, എന്നിട്ട് നീ തള്ളി പറഞ്ഞോ? എനിക്ക് വേണ്ടി മരിക്കുമെന്ന് നീ പറഞ്ഞ വാക്ക് ആ നാവിൽ നിന്ന് വിടുന്നതിന് മുമ്പ് തന്നെ നീ ഇവനെ അറിയുന്നില്ല എന്ന് നീ പറഞ്ഞല്ലോ. മോനെ, കഷ്ടം. കർത്താവിന് സങ്കടമുണ്ട്. പക്ഷേ കർത്താവ് തള്ളിക്കളയുന്നില്ല. ഇതൊരു പരമസത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും യേശുക്രിസ്തു ആരെയും തള്ളിക്കളയുന്നില്ല. നാം സ്വയമേ ഇറങ്ങിപ്പോയാൽ പോയി പോകും, പക്ഷേ ആരെയും തള്ളിക്കളയുന്നില്ല. പിശാച് നമ്മെ ആരെയും യേശുക്രിസ്തുവിൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. നാം സ്വയമേ ഇറങ്ങിപ്പോയാൽ കർത്താവ് പിടിച്ചു നിർത്തുകയില്ല, കട്ടായം പിടിച്ചു നിർത്തുകയില്ല. നാം സ്വയമേ ഇറങ്ങിപ്പോയാൽ എപ്പോഴും ഓർത്തുകൊള്ളണം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ വലയം ചെയ്ത് നിൽക്കുകയാണ്. എപ്പോഴും ആ സ്നേഹം തന്നിലേക്ക് നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു ആകർഷണം. സ്തോത്രം. ഈ അനേകം ആളുകൾ വചനം കേൾക്കുന്നവർ ഈ സ്നേഹത്തെ പിടികിട്ടുന്നില്ല, സ്നേഹത്തിൻ്റെ ആകർഷണം പിടികിട്ടുന്നില്ല. എല്ലാവരേക്കാളും കൂടുതലായി യേശു എന്നെ സ്നേഹിക്കുന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടോ? എൻ്റെ അപ്പനേക്കാളും, എൻ്റെ അമ്മയേക്കാളും, എൻ്റെ ഭാര്യയെക്കാളും, എൻ്റെ ഭർത്താവിനേക്കാളും, എൻ്റെ മക്കളെക്കാളും, എല്ലാവരേക്കാളും കൂടുതൽ യേശു എന്നെ സ്നേഹിക്കുന്നു. അത് ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? രക്ഷപ്പെടാം. യേശു എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഏറ്റവും വലിയ നന്മ അവൻ കരുതുന്നു. എൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോഴും അവൻ ദുഃഖത്തോടെ എൻ്റെ ഇതിലേക്ക് വരികയാണ്. ലാസർ മരിച്ചുപോയി, 4 ദിവസം കഴിഞ്ഞു. യേശു ചെന്നപ്പോൾ കണ്ണീർ വറക്കുകയാണ് ചെയ്തത്. വേദനയിൽ ചേർന്ന് വേദനിക്കുന്നതിനാണ് യേശു. തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ കർത്താവ് ചേർന്ന് വേദനിക്കും. യേശു സഹതാപമുള്ളവനാണ്.
മേഴ്സിഫുൾ ഗോഡ്. ദൈവം കരുണയുള്ളവനാണ്, മേഴ്സിയുള്ളവനാണ്, കരുണയുള്ളവനാണ് കർത്താവ്. കരുണയുള്ളവനായ കർത്താവ് നമ്മുടെ പല തെറ്റുകളും പുറത്ത് കാണിക്കാതെ കർത്താവ് ഒളിപ്പിച്ചു വയ്ക്കും, കർത്താവ് മറച്ചു പിടിക്കും. മറ്റുള്ള മുമ്പിൽ നാം ചീത്തയാകാതിരിക്കാൻ കർത്താവ് അതൊക്കെ മറച്ചു പിടിച്ചു തരും. എന്തൊരു അത്ഭുത സ്നേഹമാണിത്, ഈ നിത്യസ്നേഹം. അതാ നിർമ്മലമായ, ഉദാരമായ, നിസ്തുലമായ ആ സ്നേഹം നമുക്ക് പിടികിട്ടിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയിക്കാൻ തുടങ്ങും. അവിടെ നമുക്ക് ആരംഭിക്കാൻ തുടങ്ങും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ തൊടുന്നു. ലോകത്ത് എന്നെ സ്നേഹിക്കാൻ കൊള്ളാകുന്നതിനായി ആർക്കും എന്നെക്കുറിച്ച് തോന്നുന്നില്ല. സ്നേഹിക്കാൻ കൊള്ളാകുന്ന ഒരു നന്മ എനിക്കില്ല എന്നെനിക്കറിയാം. ആർക്കും എന്നെ അടുക്കാനോ എന്നോട് അടുക്കുവാനോ എന്നോട് മിണ്ടുവാനോ പറ്റാത്ത രീതിയിലുള്ള ചില മുള്ളുകളിൻ്റെ സ്വഭാവത്തിലുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ യേശു സ്നേഹിക്കുന്നു. ഈ മുള്ളിൻ്റെ പ്രകൃതിയുള്ള, ആരെയും കുത്തി മുറിവേൽപ്പിക്കുന്ന പ്രകൃതിയുള്ള വാക്കുകളും സംസാരങ്ങളും രീതിയും എല്ലാം ഉള്ള എന്നെ യേശു സ്നേഹിക്കുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. യേശു എന്നെ വ്യക്തിപരമായി അറിയുന്നു, വ്യക്തിപരമായി സ്നേഹിക്കുന്നു. പത്രോസ് ഒരു ബലഹീനത തള്ളി പറഞ്ഞെങ്കിലും ആ പത്രോസിനെ തേടി കർത്താവ് സേവ്യമലയിലേക്ക് ചെന്നു. അത് ചിന്തിച്ചതാണ്. പത്രോസ് അല്പം ജാള്യതയോടെ നിൽക്കുന്നത്, ഒരു മ്ലാനതയോടെ നിൽക്കുന്നത്. കർത്താവ് അവരുടെ അടുക്ക് ചെന്നു, കൈകളുടെ ഉയർത്തിപ്പിടിച്ചു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളൂ എന്ന് പറഞ്ഞു. പത്രോസിനും കിട്ടി പരിശുദ്ധാത്മാവിനെ. പക്ഷേ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും പത്രോസ് തിബേരിയസ് കടലിലേക്ക് മീൻപിടുത്തത്തിന് പോയി. ഇത്രയത്തെ അനുഭവങ്ങൾ കിട്ടിയിട്ടും മാറിപ്പോകുന്ന ആളുകളുണ്ട്. അനുഭവങ്ങൾ ധാരാളം കിട്ടി. എന്തുമാത്രം അനുഭവങ്ങൾ! ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയുസ് ശേഷിപ്പിക്കുന്നത് യേശുവിൻ്റെ കൃപ, നമുക്ക് വചനം തരുന്നത് യേശുവിൻ്റെ കൃപ, നമ്മെ കഴുകുന്നത് ദൈവത്തിൻ്റെ കൃപ, നമ്മുടെ ആളത്വം വിശുദ്ധീകരിച്ച് തരുന്ന ദൈവത്തിൻ്റെ കൃപ, ഒരർഹതയും ഇല്ലാഞ്ഞിട്ട് നമ്മളെ സ്വർഗ്ഗത്തിലാക്കുന്നത് യേശുവിൻ്റെ കൃപ, ഒരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ട് നമ്മെ തലോടുന്ന യേശുവിൻ്റെ കൃപ, നമുക്കരയുമ്പോൾ കണ്ണുനീര് തുടച്ചു തരുന്ന യേശുവിൻ്റെ കൃപ, നാം വേദനിച്ച് പൊളയുമ്പോൾ നമ്മുടെ വേദന ശാന്തമായി അമർത്തി അമർത്തി തരുന്നത് യേശുവിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിക്കുന്ന യേശുവിനെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ വ്യക്തിപരമായി അറിയുന്ന യേശുവിനെ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ സ്നേഹിക്കുന്ന യേശുവിനെ നിങ്ങൾ ഒരു കാലത്തും മറന്നു കളയരുത്. ഈ യേശു നിങ്ങൾക്ക് ഏറ്റവും നല്ലവനാണ്. സോ റിയൽ, സോ നിയർ ആൻഡ് സോ ഡിയർ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം റിയലാണ് ക്രിസ്തു, അത്രമാത്രം യാഥാർത്ഥ്യമാണ് ക്രിസ്തു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിബേരിയാസ് കടലക്കരയിൽ വന്നു, കർത്താവ് നിന്നു, കൂട്ടുകാലത് കൊണ്ടുപോയെന്ന് ചോദിച്ചു. അവർക്കൊന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷേ കർത്താവ് പടവിൻ്റെ വലത്തുഭാഗത്ത് വല വീശി എന്ന് പറഞ്ഞു. വീശി ധാരാളം മീൻകൂട്ടം കിട്ടി. വന്ന് പ്രാതൽ ഒഴിച്ചുകൊള്ളി എന്ന് കർത്താവ് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് പത്രോസിനെ മാത്രം വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. കർത്താവ്, ഞാനത് ഭാവന ഇങ്ങനെയാണ് കാണുന്നത്, കർത്താവ് പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം കണ്ണുകളിൽ മാത്രമല്ല പറഞ്ഞത്, ഹൃദയത്തിലേക്ക് പോയി. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ അപ്പോൾ പത്രോസ് എന്ന് വിളിക്കുന്നില്ല കർത്താവ്. ശ്രദ്ധിക്കണം, നിൻ്റെ അപ്പനായ യോഹന്നാൻ്റെ മകനാണ് നീ. അപ്പോഴേ ജഡത്തിൽ ഉള്ള ആ നിലവാരമേ കർത്താവ് ഇപ്പോൾ കാണുന്നുള്ളൂ. നീ ശീമോനാകുന്നു, നീ പത്രോസാകും. കർത്താവ് പത്രോസിനെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞതാണ്, നീ ശീമോനാകുന്നു, നീ പത്രോസാകും. വലിയ പ്രതീക്ഷയോടെ കർത്താവ് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ ആ പത്രോസ് എന്നുള്ള പേരൊക്കെ കിട്ടി. ബരയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ കർത്താവ് പറഞ്ഞു. എന്തെല്ലാം വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത്. പക്ഷേ പത്രോസ് ഇപ്പോൾ പഴയ യോഹന്നാനായ ശീമോനായി നിൽക്കുകയാണ്. പാവം വന്നാൽ നാം പഴയതാകും. ക്രിസ്തു ഇല്ലെങ്കിൽ നാം പഴയ മനുഷ്യൻ തന്നെ. ക്രിസ്തു ഉണ്ടെങ്കിലാണ് നമുക്ക് ചൈതന്യം. മറക്കരുത്, ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട്. ക്രിസ്തു ഇല്ലെങ്കിലോ നാം പഴയ മനുഷ്യൻ, പഴയ ജഡം. ഇന്നടുത്ത് എന്നയാളുടെ മകൻ, അത്രയേ ഉള്ളൂ. നാം ക്രിസ്തുവിൻ്റെ ഉള്ളത്തിൽ വന്നു കഴിയുമ്പോഴോ, ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് കഴിയുമ്പോഴോ നാം സ്വർഗത്തിൻ്റെ ഒരു ഭൃത്യനായി മാറുന്നു, സ്വർഗത്തിൻ്റെ ഒരു ദാസനായി മാറുന്നു, സ്വർഗത്തിൻ്റെ ഒരു അവകാശിയായി മാറുന്നു. സ്തോത്രം, നിസ്സാരമല്ലല്ലോ. ക്രിസ്തുവിലുണ്ടാകുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നു. ഇപ്പോൾ പുതിയ പേര്, ആ പേര് നിലനിൽക്കുന്നു. അനേകം പേർക്കും ഇന്ന് പഴയ പേര് മാറി പുതിയ പേര് കിട്ടിയെങ്കിലും ഇന്ന് പുതിയ പേരിൽ അറിയപ്പെടുന്നില്ല, പഴയ പേരിലാണ് നിൽക്കുന്നത്. പേരിനല്ല ഞാൻ പറഞ്ഞത്, പഴയ ജീവിതം മാറി പുതിയ ജീവിതം കിട്ടിയതാണ് പലർക്കും. ഉണ്ട്, കോപം മാറിയവരുണ്ട്, എനിക്കറിയാം. കോപം മാറിയവരുണ്ട്, നീരസവും കയ്പും മാറിയവരുണ്ട്, ഓടിയിടുന്ന് മാപ്പ് ചോദിച്ചവരുണ്ട്, തെറ്റുകൾ പറ്റിയതല്ല ഏറ്റുപറഞ്ഞവരുണ്ട്, അപ്പൻ്റെ അമ്മയുടെയും കാൽക്കൽ മുട്ടുകുത്തി കിടന്നുകൊണ്ട് കണ്ണീരോടെ മാപ്പ് ചോദിച്ചവരുണ്ട്.
ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനുഭവങ്ങളുള്ളവരുണ്ട്. പക്ഷേ ഇന്നലത്തെ അനുഭവം പോരാ ആത്മീയ ജീവിതത്തിന്. ഇന്ന് മറക്കരുത്, ഇന്നലത്തെ അനുഭവം പോരാ ആത്മീയ ജീവിതത്തിന്. ഇന്ന് എന്താണ്? ഇന്നത്തെ എൻ്റെ അനുഭവം എന്താണ്? മുമ്പ് തീ കത്തിയിരുന്നു, ശരിയാണ്. മുമ്പ് തീ അങ്ങ് ജ്വലിച്ചിരുന്നു, ശരിയാണ്. അതൊക്കെ ശരി. പക്ഷേ ഇന്ന് കെട്ടുപോയി, തീ കെട്ടുപോയി, ഇന്ന് കരിക്കട്ടിയായിപ്പോയി. തീക്കനലായിരുന്നു. അടുത്തൊരു ദുഷ്ടപ്രാണിക്ക് വരാൻ പറ്റാത്ത പോലെ തീ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തീക്കട്ടയായിരുന്നു. ഒരു ഉറുമ്പ് ഭരിക്കാൻ വരികയില്ലായിരുന്നു. ഇന്ന് ഉറുമ്പ് ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. തീക്കട്ടയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് കരിക്കട്ടയായിപ്പോയി. തീയെല്ലാം പോയി കരിക്കട്ടയായി തീർന്നു. ഉറുമ്പ് ഭരിക്കുന്നു. മറ്റ് ജീവികൾക്കൊന്നും ഞങ്ങളുടെ അടുക്കാൻ ഒരു പേടിയുമില്ല. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ തീക്കട്ടയായിരുന്നു, ഞാൻ ഇന്ന് കരിക്കട്ടയായി പോയോ? ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാൻ കർത്താവിൻ്റെ കൃപയാൽ മാനസാന്തരപ്പെടുകയും കർത്താവിൻ്റെ കൃപയാൽ വിസ്തീരിക്കപ്പെടുകയും ചെയ്ത ദൈവവേദനായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്താണ്? ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ചിന്തിക്കണം. ഒരു പ്രസംഗം പറയുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? പാട്ട് പാടുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? സാക്ഷ്യം പറയുക എന്നുള്ളതാണോ എൻ്റെ ലക്ഷ്യം? പ്രിയപ്പെട്ടവരെ, അല്ല കർത്താവേ, അല്ല, അതൊന്നും അല്ല. അതെല്ലാം നീ എനിക്ക് തരുന്ന ശുശ്രൂഷകൾ ഞാൻ ചെയ്തു കൊള്ളാം. അടിമയെ യജമാനൻ പറയുന്നത് അടിമയെ അനുസരിക്കാനാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അനുസരിക്കും. പക്ഷേ എൻ്റെ കർത്താവേ, ഇന്ന് എൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് എനിക്ക് ചില സ്വാർത്ഥതകളുണ്ട്. ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഇന്ന് എനിക്ക് ചില അവകാശവാദങ്ങളുണ്ട്, ക്ലെയിംസ്. ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇത്രയും പേര് നടത്തുന്ന ആളാണ്, ഞാൻ ഇത്രയും പേർക്ക് വചനം കൊടുക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ചില അവകാശവാദങ്ങളുള്ളിലുണ്ട്. ഇപ്പോഴും ദൈവത്തെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോട് ഇണങ്ങാൻ പറ്റാതെ പോകുന്നുണ്ട്. എന്താണ് കാരണം ആ പഴയ ജ്വലിക്കുന്ന പ്രകൃതി പോയി, ഇന്ന് തണുത്ത പ്രകൃതിയായിപ്പോയി. തണുത്ത പ്രകൃതി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സ്നേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യോഹന്നാനായ ശീമോനെ, പഴയ പേരാ വിളിക്കുന്നത്, പഴയ പേര് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒന്ന് മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നു. എൻ്റെ സ്നേഹം യേശു ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും സ്നേഹം കർത്താവ് ആവശ്യപ്പെടുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും. വേറൊന്നും നോക്കണ്ട, വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട. യേശുവിനെ സ്നേഹിക്കുക. നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഓമന കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അല്ലേ? ശരിയല്ലേ? നിങ്ങളെവിടെയെങ്കിലും യാത്ര പോയാൽ തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ മറന്നു പോകുമോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഭർത്താവിനെ മറന്നു പോകുമോ? ഇല്ലല്ലോ. ഭാര്യയെ മറന്നു പോകുമോ? ഇല്ലല്ലോ. ഏതാനും നാളുകൾ പുറത്തെവിടെയെങ്കിലും പോയി താമസിക്കേണ്ടി വന്ന്, ജോലി ചെയ്യേണ്ടി വന്നു, എന്നാലും നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെ മറന്നു പോയില്ലല്ലോ. നിങ്ങൾ പ്രസവിച്ച് നിങ്ങളുടെ ഓമന കുഞ്ഞിനെ മറന്നു പോയില്ലല്ലോ. എന്തുകൊണ്ട്? സ്നേഹമുണ്ട്. അതുപോലെയോ അതിലപ്പുറമോ ഉള്ള ഒരു സ്നേഹമാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. സ്നേഹം, ഒരു മണവാട്ടിക്ക് മണവാളിനോടുള്ളതായ സ്നേഹം, കുറേ കൂടി ദൃഢതരമാണത്. മണവാട്ടിക്ക് മണവാളിനോടുള്ളതായ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. അത് അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ആ സ്നേഹം, എനിക്ക് യേശുവിൻ്റെ ഒരു സ്നേഹം വരിക. സ്തോത്രം. നാം വിവാഹോദാശയിൽ പാടുമല്ലോ, ഏതൻ തോട്ടം നട്ടോനെ നീയാണ് എൻ യുവ മണവാളൻ. ഏതൻ തോട്ടം നട്ടോനെ നീയാണെൻ യുവ മണവാളൻ, നിൻ തോട്ടത്തിൽ നിൻപേർക്കായി വീശിച്ചിടുക കുളിർത്തന്നൽ. നാളും മാസവും ആണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. നാദാദൂരെ പോകരുതേ, ഈ ഉള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാവും. അതാണ് സ്നേഹം. മണവാട്ടിക്കുള്ള സ്നേഹം, മണവാട്ടിയോടുള്ളതായ സ്നേഹം. ആ ഒരു സ്നേഹം, അതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. ആദ്യ സ്നേഹം, ആ സ്നേഹമാണ് നമ്മുടെ സ്വത്ത്. ക്രിസ്തുവിനുള്ളതായ സ്നേഹം. ആത്മീയ ജീവിതത്തിൻ്റെ മർമ്മം അതാണ് സ്നേഹം. ക്രിസ്തുവിനെ സ്നേഹിക്കുക. ക്രിസ്തുവിനെ സ്നേഹിച്ചാൽ ക്രിസ്തുവിനെ പ്രിയപ്പെട്ടവരെല്ലാവരെയും നാം സ്നേഹിച്ചു പോകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സ്വാഭാവികമായി തന്നെ അങ്ങനെ വന്നു പോകും. ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രിയമക്കളെ ഞാൻ സ്നേഹിച്ചു പോകും. ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചു പോകും. ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഉറന്നുറന്നു വരും.
എന്തുകൊണ്ട്? ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രമാണക്കൊള്ളുക. നിങ്ങൾ കോപം വരുന്നു, അയ്യോ എനിക്ക് ഇഷ്ടക്കുറവ് വരുന്നു, മുഷിച്ചിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിനുള്ള സ്നേഹം നിറയട്ടെ. ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്താൽ മതിയാകും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരട്ടെ. ഈ സ്നേഹനിധിയായ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതിയാകും? എൻ്റെ ആയുസ് മുഴുവനും ഞാനിതാ കാണിക്ക വയ്ക്കുന്ന കർത്താവെ, കാഴ്ചയെ അർപ്പിക്കുന്നു. നിനക്ക് വേണ്ടി എന്ത് ചെയ്താൽ മതിയാകും? ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ കത്തുമ്പോൾ, സ്നേഹം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുമ്പോൾ നാം ക്രിസ്തുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരുന്നു. തന്നെയുമല്ല, നമുക്ക് ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉറന്നുറന്ന് വന്നുകൊണ്ടിരിക്കും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പറയുകയാണ്, കർത്താവേ. അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. അത് നിനക്കറിയാമല്ലോ, എൻ്റെ ഹൃദയം നീ അറിയുന്നല്ലോ. എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. പത്രോസ് ഒരു താണ നിലവാരത്തിൽ ചിന്തിക്കുന്നുള്ളൂ. സാക്ഷാലുള്ള ദൈവസ്നേഹം എന്നുള്ളത് പത്രോസിന് പിടികിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് അറിയുന്നുവല്ലോ. സ്നേഹം എന്നുള്ള വാക്ക് പറയാൻ പോലും പത്രോസിന് ധൈര്യം വരുന്നില്ല. ഈ എൻ്റെ കൂട്ടായ്മയിലുള്ള മറ്റുള്ളവരെക്കാളും അവിടെ കൂട്ടായ്മയിൽ അന്ത്രയോസുണ്ട്, യോഹന്നാനുണ്ട്, കൂട്ടായ്മയിൽ തന്നെ ബർത്തലോമായിയുണ്ട്, തോമാസുണ്ട്. അങ്ങനെ കൂട്ടായ്മയിലുള്ളവർ, ഇവരെല്ലാവരെക്കാളും കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. അവരെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. അവരെല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള കരുത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായ പ്രാഗൽഭ്യമില്ല, ധൈര്യമില്ല. ആത്മീയ ജീവിതത്തിൽ ഇത് ഓർത്തോളണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ധൈര്യക്കുറവ് വരുന്നുണ്ടെങ്കിൽ യേശു നിങ്ങൾ വിട്ടുപോയി എന്ന് മനസ്സിലാക്കണം. യേശുവിൻ്റെ സ്നേഹം കത്തുന്നില്ലെന്ന് മനസ്സിലാക്കണം. സ്നേഹം ഉള്ളിൽ ജ്വലിക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എനിക്കൊരു പ്രിയമുണ്ടെന്ന് നീ അറിയുന്നല്ലോ. കർത്താവ് അത് കേട്ട് പറയുകയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനവനോട് പറഞ്ഞു. ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. എൻ്റെ കുഞ്ഞാടുകൾ, ഇടയില്ലാത്ത ആടുകൾ, ഇടയില്ലാത്ത ആടുകളെ പോലെ ചിന്നിക്കുഴങ്ങിയവരായ കുഞ്ഞാടുകൾ. ഈ കുഞ്ഞാടുകളെ നീ മേയിക്കണം മോനെ. നീ വേണം എൻ്റെ ആടുകളെ മേയിക്കാൻ. ഞാനങ്ങ് പോവുകയാണ്. ഞാൻ സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഈ കുഞ്ഞാടുകളെ മേയ്ക്കാൻ എനിക്ക് ആൾ വേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേലഫലം ഏൽപ്പിക്കുകയാണ്, ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. എൻ്റെ കുഞ്ഞാടുകളെ, സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകളാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ്? ഞാനും അതെ, യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞാടാണ്. നാം ആരും സ്വയമേവ ഷെപ്പേഡ്സ് അല്ല, ആട്ടിടയന്മാരല്ല. നാം എല്ലാം കുഞ്ഞാടുകളാണ്. ഇടയനൊന്നേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ ഒരാളേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു നമ്മുടെ ഇടയനായിരിക്കുന്നു. ഈ ആടുകളെക്കുറിച്ച് യേശുവിന് വേദനയുണ്ട്, യേശുവിന് ദാഹമുണ്ട്. എൻ്റെ കുഞ്ഞാടുകൾ വഴിതെറ്റിപ്പോകുന്നു, ചെന്നായ്ക്കൾ പിടികൂടിക്കൊണ്ട് പോകുന്നു, ഈ ദുഷ്ടജീവികൾ ഇവയെ അപഹരിച്ചുകൊണ്ട് പോകുന്നു, കടിച്ച് കീറി കൊന്നുകളയാനായി കൊണ്ടുപോകുന്നു, തിന്നാൻ കൊണ്ടുപോകുന്നു. എൻ്റെ കുഞ്ഞാടുകളെ ശത്രു അപഹരിച്ചുകൊണ്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. സാക്ഷാൽ ഇടയൻ്റെ ഏറ്റവും വലിയ ചിന്താവിഷയമാണത്. ആടുകൾ തെറ്റിപ്പോകുന്നു, ആടുകൾ ചെന്നായിൻ്റെ വയലേക്ക് ചെന്ന് അടുത്തു പോകുന്നു. കുരുങ്ങിക്കിടക്കുന്ന പടൽപ്പുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ആട് ചെന്നായി പോകുന്നു, തിന്നും. അതുകൊണ്ട് എത്രയും വേഗം കുഞ്ഞാടിനെ രക്ഷിക്കണം. ആ ഇടയൻ അത്യന്തം ആഗ്രഹത്തോടെ ആടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇടയൻ്റെ കയ്യോട് ചേർന്ന് നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളെ വീണ്ടെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾ, അതാണ് സുവിശേഷങ്ങളുടെ അടിസ്ഥാനം, വേറൊന്നുമല്ല. അനേകം കുഞ്ഞാടുകൾ, യേശുവിൻ്റെ തൊഴുത്തിൽ ചേരേണ്ടതായ അനേകം കുഞ്ഞാടുകൾ, യേശുക്രിസ്തുവിൻ്റെ ആലയിൽ ചേർക്കേണ്ടതായ അനേകം കുഞ്ഞാടുകൾ ഇന്ന് വെളിമ്പറകളിലൂടെ ചെന്നായിൻ്റെ കടിയേറ്റ് ചാകാനിതാ നടക്കുന്നു. ചെന്നായി കൂട്ടം പിടിച്ചുകൊണ്ട് പോകാൻ, ഒന്നും അറിയാതെ ചെന്നായി കൂട്ടം പിടിച്ചുകൊണ്ട് പോകാൻ ഇടയാകുമെന്നുള്ള ചിന്തയില്ലാതെ ഈ കുഞ്ഞാടുകൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നു. ഈ കുഞ്ഞാടുകളെ ഒന്ന് കൊണ്ടുവന്ന് ആലയിൽ ചേർക്കാനും, ആ കുഞ്ഞാടുകൾക്ക് തീറ്റ കൊടുക്കാനും, ആ കുഞ്ഞാടുകളെ ഓമനിക്കാനും, ആ കുഞ്ഞാടുകൾക്ക് വെള്ളം കൊടുക്കാനും അതിനൊന്നും ഇടയന്മാരില്ല. ഇന്ന് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇടയന്മാരില്ലാത്തൊരു കൂട്ടം, ഇടയന്മാരില്ലാത്ത ഒരു സമൂഹം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമാണ് നമ്മുടെ ദൈവത്തിൻ്റെ വേലയുടെ അടിസ്ഥാനം. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നമുക്കൊരു ഉള്ളിൽ ഒരു കരുതൽ, ഒരു വേദന. എൻ്റെ കർത്താവെ, അനേകർ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ, അനേകർ പൈശാചിൻ്റെ കയ്യിലായി പോകുന്നല്ലോ, ശത്രു വരെ പിടിച്ചുകൊണ്ട് പോകുന്നല്ലോ, മദ്യത്തിലേക്ക്, കഞ്ചാവിലേക്ക്, മയക്കുമരുന്നിലേക്ക്, പിന്നെന്താണ്,
ഹാൻസിലേക്ക്, ചരസിലേക്ക്, മരിജുവാൻ എന്ന് പറയുന്ന ചില വിഷവസ്തുക്കളിലേക്ക്, ചില പ്രണയങ്ങളിലേക്ക്, പ്രേമക്കുരുക്കുകളിലേക്ക് പിശാച് പിടിച്ചുകൊണ്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് മോചനം കിട്ടാൻ ആഗ്രഹമുണ്ടോ? ഈ സാക്ഷാലുടനായ ക്രിസ്തുവിൻ്റെ ആലയിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ പറയും എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും. ശരി, അതിന് വില കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇന്നുള്ള മേച്ചൽപ്പുറങ്ങളെല്ലാം വിടണം. ഇന്ന് മേഞ്ഞ് കിടക്കുന്നതായി നല്ല പുൽമൈതാനങ്ങളെല്ലാം വിടണം. ഇടയൻ്റെ ആലയിൽ ഒതുങ്ങാൻ നിങ്ങൾക്ക് മനസ്സ് വരണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലതിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, പലതിലും നിങ്ങളുടെ ഹൃദയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മാറി യേശുവിലേക്ക് നിങ്ങളുടെ ഹൃദയം തിരിയണം. യേശുവിൻ്റെ തൊഴുത്തിലേക്ക്, യേശുവിൻ്റെ വിശുദ്ധ സഭയിലേക്ക്. അത് യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ കത്തോലിക്ക സഭയെന്നോ പെന്തിക്കോസ്ത് സഭയെന്നോ വ്യത്യാസമില്ല. ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിക്കുന്ന വിശുദ്ധ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് ചേരുവാൻ ആഗ്രഹമുണ്ടോ? കർത്താവിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ കൂടെ കൂടാൻ ആഗ്രഹമുണ്ടോ? സഭ പുറമേ കാണുന്ന സഭയെന്ന് പറഞ്ഞ കാര്യമില്ല. സാക്ഷാത്തായ സഭ രക്ഷിക്കപ്പെടുന്ന കൂട്ടമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷ അനുഭവിക്കുന്ന, ക്രിസ്തുവിനെ അനുഭവിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഓടി വരിക. കർത്താവേ, ഞാൻ എല്ലാറ്റിനെയും വിട്ട് നിൻ്റെ അരികിലേക്ക് ഇതാ വരുന്നു, നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു, നിൻ്റെ കൈക്കീഴിലേക്ക് ഞാനിതാ വരുന്നു, എൻ്റെ ജീവിതം ഞാനിത് അർപ്പണം ചെയ്യുന്നു. എന്നോട് അനുഗ്രഹിക്കണമേ, എന്നെ കാത്തുകൊള്ളണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ സമയത്ത് ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ അരിയിലേക്ക് വന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗ്ഗം ജയിച്ച് എഴുന്നള്ളി വന്നതിനായ രക്ഷകനായ യേശുവേ, അവിടുത്തെ പാതപീഠത്തിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു. അടിയങ്ങളെ വിശുദ്ധീകരിക്കണമേ, അടിയങ്ങളെ തേജസ്കരിക്കണമേ, നീതി വസ്ത്രത്താൽ ഞങ്ങളെ പൊതിയണമേ. അപ്പോൾ അതിൻ്റെ രാജ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. അവിടെ രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ കർത്താവെ ഞങ്ങളെയും കൂടെ ചേർത്ത് കൊള്ളണമേ. ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനകെട്ടിലുടെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. ആത്മനിറവോടെ, ആത്മാവിൻ്റെ സംതൃപ്തിയോടെ, സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് പോകാൻ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.